പ്രിയ സുഹൃത്തുക്കളെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ സ്റ്റഡീസ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ഹരിതമൈത്രി അങ്കമാലി, കേരളീയം തൃശൂർ, ഐഡിയാസ് ഇൻ പ്രോഗ്രസ് തിരുവനന്തപുരം എന്നീ കൂട്ടായ്മകളുടെ സഹകരണത്തോടെ നടത്തുന്ന അണ്ടർസ്റ്റാൻഡിംഗ് കോവിഡ് പാൻഡമിക് എന്ന വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 28/8/2020 സെഷൻ 87. ഇന്ന് നമ്മോട് സംവദിക്കുന്നത് ഡോക്ടർ രാജേഷ് ചന്ദ്രൻ, IRTS, സീനിയർ ഡിവിഷണൽ കമേഴ്സ്യൽ മാനേജർ, സദേൺ റെയിൽവേ, തിരുവനന്തപുരം ഡിവിഷൻ. അദ്ദേഹത്തിന്റെ വിഷയം കോവിഡ് കാലവും സദേൺ റെയിൽവേയും. ഇന്ന് മോഡറേറ്ററായി വരുന്നത് നമുക്ക് സുപരിചിതനായ പി കൃഷ്ണകുമാർ. അദ്ദേഹം പൊതുഗതാഗത ഗവേഷകൻ ആണ്. കൃഷ്ണകുമാർ സാറിന് മൈക്ക് കൈമാറുന്നു. കൃഷ്ണകുമാർ സ്വാഗതം. രാജേഷ് ചന്ദ്രൻ സ്വാഗതം. ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നന്ദി ശോഭ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പ്രത്യേകിച്ചും റെയിൽവേയിൽ നിന്നുള്ള നിരവധി സുഹൃത്തുക്കൾ ഈ വെബിനാറിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം പറയുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വേദിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷനിലെ സീനിയർ ഡിവിഷണൽ കമേഴ്സ്യൽ മാനേജരായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ രാജേഷ് ചന്ദ്രനെ ഇന്ന് പ്രഭാഷകനായി സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിലധികമായിട്ട് അടുത്തറിയാവുന്ന നിരവധി റെയിൽവേയുമായി ബന്ധപ്പെട്ട വേദികളിൽ അടുത്ത് ഇടപഴകാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു മാന്യ വ്യക്തിയാണ് ഡോക്ടർ രാജേഷ്. റെയിൽവേയുമായി ബന്ധപ്പെടുന്ന ഉപഭോക്താക്കളുടെ ഇടയിൽ തികച്ചും കൊളോണിയൽ സ്വഭാവമുള്ള ആ ബൃഹത് സ്ഥാപനത്തിന്റെ മാറുന്ന മുഖങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നയാളാണ് ഡോക്ടർ രാജേഷ് ചന്ദ്രൻ. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം നമ്മളുമായി സംവദിക്കുന്നു എന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു ആയിട്ടാണ് ഞാൻ കാണുന്നത്. 2003 MBBS പാസ്സായ ഡോക്ടർ രാജേഷ് കേരള ഹെൽത്ത് സർവീസിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 2009 സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ അദ്ദേഹം ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസിലാണ് തന്റെ കർമ്മപഥമായിട്ട് തെരഞ്ഞെടുത്തത്. റെയിൽവേയിലെ വിവിധ തസ്തികകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ രാജേഷ് കഴിഞ്ഞ 1.5 വർഷത്തിലധികമായിട്ട് തിരുവനന്തപുരത്ത് സീനിയർ ഡിവിഷണൽ കമേഴ്സ്യൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഇതുവരെയുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലും മികവ് തെളിയിച്ചിട്ടുള്ള അദ്ദേഹമാണ് റെയിൽവേയിൽ ആദ്യമായി പ്രധാന സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഡയറക്ടർ എന്നൊരു പദവി സൃഷ്ടിച്ചപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ ആദ്യത്തെ സ്റ്റേഷൻ ഡയറക്ടറായി നിയമിതനായത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഡോക്ടർ രാജേഷ് ചന്ദ്രൻ ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും ഇടയിൽ ഒരുപോലെ സ്വീകാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ ചരിത്രത്തിലെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു റെയിൽവേ ആയിരിക്കും പ്രവർത്തനം തുടങ്ങുക എന്നാണ് കരുതപ്പെടുന്നത്. തീർച്ചയായും അക്കാര്യങ്ങളെ കുറിച്ച് ഔദ്യോഗിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഡോക്ടർ രാജേഷിനാകും എന്ന് ഞാൻ കരുതുന്നു. അതിനായി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ രാജേഷ്, പ്ലീസ്. നന്ദി മിസ്റ്റർ കൃഷ്ണകുമാർ സർ. നന്ദി ശോഭ മാം. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങളോട് വളരെ നന്ദി പറയുന്നു. കാരണം കൃഷ്ണകുമാർ സാർ പറഞ്ഞതുപോലെ ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല ലോകം മുഴുവൻ ഒരു വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ത്യൻ റെയിൽവേ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യുന്നത് എന്നുള്ളത് റെയിൽവേ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമല്ല, റെയിൽവേ ഇത്രയും നാള് ആശ്രയിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളും ഇന്ത്യക്കാരും റെയിൽവേയിലൂടെ ചരക്ക് നീക്കത്തിലൂടെ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള അതിലേറെ ഇന്ത്യക്കാരും ഇപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കോവിഡിന്റെ ആ ഏറ്റവും ഭീകരമായ കാലഘട്ടം കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മുടെ രാജ്യം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലും. റെയിൽവേ എങ്ങനെയാണ് കോവിഡിനെ അഭിമുഖീകരിച്ചത്, എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, ഇനിയും
ഭാവിയിൽ റെയിൽവേ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ അവതരണം പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം റെയിൽവേ എങ്ങനെ ഇതിനെ അഭിമുഖീകരിച്ചു. ലോക്ക്ഡൗൺ വന്നതോടുകൂടി രാജ്യം മൊത്തം നിശ്ചലമായപ്പോൾ റെയിൽവേ പാസഞ്ചർ സർവീസസ് മൊത്തം നിർത്തലാക്കി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ റെയിൽവേ സർവീസുകളുള്ള മോർ ദാൻ 9,000 സർവീസസ് ഒറ്റ ദിവസം കൊണ്ട് നിർത്തിയ ചരിത്രമാണ് ഇന്ത്യൻ റെയിൽവേക്കുള്ളത്. ഈവൻ യൂറോപ്യൻ യൂണിയൻ ലോക്ക്ഡൗൺ വന്നപ്പോൾ പോലും ഇതുപോലെ ഇത്ര ഭീകരമായ രീതിയിൽ ഒരിക്കലും ഒരു യാത്രാ ഫെസിലിറ്റി ലോക്ക്ഡൌണിൽ വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യൻ റെയിൽവേ ബാക്കിയുള്ള റെയിൽവേയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലോക്ക്ഡൌൺ കാലത്ത് മൊത്തം ഇപ്പോഴും റെയിൽവേ ചരക്ക് ഗതാഗതം അതിന്റെ ഫുൾ സ്വിംഗിൽ ഏറ്റവും അതിന്റെ ആ പാരമ്യഘട്ടത്തിൽ, ലോക്ക്ഡൌൺ പാരമ്യഘട്ടത്തിൽ കൂടി ഒരു ചരക്ക് നീക്കം പോലും തടസ്സപ്പെടാതെ ഇന്ത്യൻ റെയിൽവേ അത് മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിന്റെ ഗുണഭോക്താക്കളിലൊന്ന് കേരള സംസ്ഥാനവുമാണ്. കാരണം FCI ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും അവരുടെ മുഴുവൻ ചരക്കുകളും നീക്കിയത് റെയിൽവേ വഴിയാണ്. ലോക്ക്ഡൌൺ കഴിഞ്ഞു വരുന്ന കാലഘട്ടങ്ങളിൽ കൂടി പാഴ്സൽ സർവീസുകളും ഗുഡ്സ് സർവീസുകളും റെയിൽവേ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റെയിൽവേ അഭിമാനിക്കുകയും ചെയ്യുന്നു. കാരണം നമുക്കറിയാം, ബാക്കിയുള്ള ചരക്ക് ഗതാഗതത്തിൽ റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം ശരിക്കും അഫക്റ്റ് ചെയ്ത ഒരു സമയത്തു കൂടി റെയിൽവേ ആണ് ഇന്ത്യൻ ജനതയുടെ ആ ഒരു ആവശ്യങ്ങൾക്ക് നെടുംതൂണായിട്ട് നിന്ന് പ്രവർത്തിച്ചത്. റെയിൽവേയിലെ എല്ലാ ജീവനക്കാർക്കും, മാക്സിമം ജീവനക്കാർക്കും അത്യാവശ്യപ്പെട്ട മാസ്ക്, ഗ്ലൗസ്, അതുപോലുള്ള സാധനങ്ങൾ, സാനിറ്റൈസർ, അതൊക്കെ അതിൻ്റെ ഇനീഷ്യൽ ടൈമിൽ കൊടുക്കാനും റെയിൽവേക്ക് പറ്റി. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ ചെറുതായിട്ട് പിൻവലിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രമിക് എക്സ്പ്രസ് ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ ഈ അതിഥി തൊഴിലാളികൾക്ക് തിരിച്ചവരുടെ നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്തതും റെയിൽവേയാണ്. റോഡിലൂടെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പോകാനൊക്കത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ റെയിൽവേ അതിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് അവരുടെ സ്വദേശങ്ങളിൽ എത്തിച്ചത്. അതിന് പകരം വെക്കാൻ വേറെ ഒരു നെറ്റ്വർക്കിനും സാധിച്ചില്ല എന്നുള്ളത് തീർത്ത് പറയാവുന്നതാണ്. നോട്ട് ഫ്ലൈറ്റ്സ് ഓർ റോഡ് സർവീസ്. റെയിൽവേ ആണ് ഈ ഒരു ശ്രമിക് എക്സ്പ്രസ് വഴി ആ അതിഥി തൊഴിലാളികളെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ സ്വദേശങ്ങളിലേക്ക് എത്തിച്ചത്. ഇനി സെക്കൻഡ് കാലഘട്ടമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ലോക്ക്ഡൌണിൽ നിന്ന് ഇന്ത്യ പതുക്കെ മാറിക്കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാണ് റെയിൽവേ തിരിച്ചു വരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌൺ പിൻവലിക്കാൻ തുടങ്ങിയ ആ ഒരു ഘട്ടങ്ങളിൽ തന്നെ സ്പെഷ്യൽ ട്രെയിനുകൾ റെയിൽവേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, സാധാരണ യാത്രക്കാർക്ക് വേണ്ടിയിട്ടും സ്പെഷ്യൽ ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്തു. ആ ഇനീഷ്യൽ ടൈമിൽ ഈ സ്പെഷ്യൽ ട്രെയിനുകളുടെ ഉപയോഗം എത്രയായിരുന്നു എന്നുള്ളത് അതിന്റെ ഒക്യുപ്പൻസി നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാവും. മോർ ദാൻ 90% ഒക്യുപ്പൻസിയിലായിരുന്നു ആ സമയത്ത് പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് സ്പെഷ്യൽ ട്രെയിനുകൾ അന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ലോക്ക്ഡൌണിന്റെ പല ഘട്ടങ്ങളിലും റെയിൽവേ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു. ഒരു എക്സാമ്പിളായിട്ട് തമിഴ്നാട്ടില് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് നിർത്തിവെച്ചു. തമിഴ്നാടിനുള്ളിലുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു, തമിഴ്നാട് സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച്. കേരളത്തിൽ ഇപ്പോഴും നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ്, അതായത് 2 ശതാബ്ദികളും വേണാടും ഇപ്പോഴും ഓടുന്നുണ്ട്. എന്നിരുന്നാലും ലോക്ക്ഡൌണിന്റെ ആ ഒരു ഭീകരത കാരണം ഇപ്പോഴും ഈ ട്രെയിനുകൾക്കൊന്നും പഴയതുപോലെ ആൾക്കാരില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും അത്യാവശ്യമുള്ള യാത്രക്കാരെ ഒരു പരിധിവരെ സഹായിക്കാൻ ഇപ്പോഴും അതിന് സാധിക്കുന്നു. ചരക്ക് ഗതാഗതം ഇപ്പോഴും അതേ എഫക്റ്റീവ്നെസ്സോടുകൂടി തന്നെ ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കൂട്ടത്തിൽ പാഴ്സലും ഉണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, റോഡ് ഗതാഗതത്തിൽ
ട്രക്കുകൾക്ക് മൂവ്മെന്റിന് ആ ഒരു പ്രയാസം നേരിട്ട സമയത്ത് റെയിൽവേ സ്പെഷ്യൽ പാർസൽ സർവീസുകൾ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. തുടക്കത്തിൽ ഈ പാർസൽ സർവീസുകൾ, അതും ടൈം ടേബിൾഡ് ട്രെയിൻസ് ആയിട്ടായിരുന്നു ആ പാർസൽ സർവീസുകൾ ഓടിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ എത്രത്തോളം അതിനകത്ത് ഇമ്പോർട്ടൻസ് റെയിൽവേ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ആ പാർസൽ എക്സ്പ്രസ്സുകളുടെ പഞ്ച്വാലിറ്റി വരെ റെയിൽവേ ബോർഡ് നോക്കുന്നുണ്ടായിരുന്നു. അതായത് ആ പാർസൽ എക്സ്പ്രസ്സിന് റെയിൽവേ ബോർഡ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ കൊടുത്ത ഇമ്പോർട്ടൻസ് ആണ് അതിന്റെ ആ ഒരു പഞ്ച്വാലിറ്റി വരെ ബോർഡ് നോക്കുന്ന ലെവലിലെത്തിയത്. ഇനീഷ്യൽ ടൈമിൽ അതിന് അധികം പാർട്ട്നേജ് ഇല്ലായിരുന്നു. പതുക്കെ കൂടി അവസാനം റോഡ് ഗതാഗതം, ട്രക്കുകൾ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ സ്പെഷ്യൽ പാർസൽ ട്രെയിനുകൾ ദിവസങ്ങൾ കുറച്ച് ഇപ്പോൾ ഇന്റർമിറ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചരക്കുകൾ നീക്കം ചെയ്യുന്ന ഒരു മേഖലയായിട്ട് റെയിൽവേയുടെ പാർസൽ സെഗ്മെന്റ് മുമ്പോട്ട് പോവുകയാണ്. ഇതിൽ റെയിൽവേ ഇനിയും മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ലോക്ക്ഡൌൺ കഴിയുന്നതുകൂടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനിയും ഇന്ത്യൻ റെയിൽവേയുടെ പ്രാതിനിധ്യം, പാസഞ്ചർ ട്രാഫിക്കിലാണെങ്കിലും ഗുഡ്സ് ട്രാഫിക്കിലാണെങ്കിലും റെയിൽവേയുടെ പ്രാതിനിധ്യം എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 2 കാലഘട്ടങ്ങളിലെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്നു എന്ന് കരുതിയാൽ, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് മുമ്പോട്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യം റെയിൽവേ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം സർവൈവ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം സർവൈവ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേസ് തന്നെയായിരിക്കും. അതൊരു റെയിൽവേക്കാരനായതുകൊണ്ട് പറയുന്നതല്ല. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ, ഹ്യൂമൻ റിസോഴ്സസ് ഉള്ളത് ഇന്ത്യൻ റെയിൽവേക്കാണ്. ക്യാപിറ്റൽ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം തന്നെ ക്യാപിറ്റൽ റിസോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥലം ഇന്ത്യയിൽ കയ്യിലുള്ളത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഫോർച്ചുനേറ്റ്ലി റെയിൽവേയുടെ വളരെ സ്ട്രിക്റ്റ് റൂൾസ് കാരണം വിത്ത് കുത്തി അരയാക്കിയില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം ഇന്ത്യൻ റെയിൽവേയിലെ സ്ഥലങ്ങളുടെ ക്രയവിക്രയങ്ങൾ റെയിൽവേ ബോർഡ് സ്വന്തമാക്കി പിടിച്ചു വെച്ചിരുന്നത് കാരണം ഇന്ത്യൻ റെയിൽവേക്ക് അധികം സ്ഥലങ്ങൾ നഷ്ടമായിട്ടില്ല. അത് കാരണം ഇപ്പോൾ ഏറ്റവും വലിയ ക്യാപിറ്റലിൽ ഒന്ന് എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി ഇന്ത്യൻ റെയിൽവേ ഹാവിംഗ് നൗ. എങ്ങനെ അത് ഫലപ്രദമായി യൂസ് ചെയ്യാം എന്നുള്ളത് വരും ദിവസങ്ങളിൽ റെയിൽവേ ബോർഡും സോണൽ റെയിൽവേയും ഡിവിഷൻ റെയിൽവേയും തീരുമാനിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകും. കാരണം കാലം മാറി. പണ്ട് ന്യൂ ഐഡിയാസിന് നമ്മൾ റെയിൽവേ ഒരു എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ന്യൂ ഐഡിയാസ് ഈസ് ഓൾവേസ് വെൽക്കം എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഈ ക്യാപിറ്റലിന്റെ ഉപയോഗം എപ്പോഴും, ഈ ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റി എപ്പോഴും റെയിൽവേക്ക് ഗുണകരമായിട്ട് തന്നെ ഭവിക്കും. സെക്കൻഡ്, the working capital. The working capital is also immense. The immense means ഇപ്പോഴാണെങ്കിൽ കൂടി റെയിൽവേക്ക് ഡെയിലി ഗുഡ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം മതി റെയിൽവേയുടെ എല്ലാ തൊഴിലാളികൾക്കും ശമ്പളം കൊടുത്തു തീർക്കാൻ. അതുകൂടാതെ റെയിൽവേക്ക് അതിൻ്റെ കുറച്ച് ചെലവുകളും കൂടി, ബാക്കി ഡീസൽ, ഇലക്ട്രിസിറ്റി ചെലവുകളും കൂടി അതുകൊണ്ട് തന്നെ തീർക്കാൻ വെക്കും. എവിടെയാണ് ഇപ്പോൾ റെയിൽവേ കഷ്ടപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ആണ് റെയിൽവേക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പോൾ, ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് മണി. സോ റെയിൽവേ ബോർഡ് ചെയർമാന്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് 2024 കൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഗുഡ്സ് ട്രാഫിക് തന്നെ 2024 മില്യൺ ടൺ. അത്രയും നല്ല ഒരു ട്രാഫിക് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി സ്റ്റിൽ ദെയർ ഫോർ ഇന്ത്യൻ റെയിൽവേസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ന്യൂ
ന്യൂ ഇന്നോവേഷൻസ്, ന്യൂ ഐഡിയാസ്, പാസഞ്ചർ ഫെസിലിറ്റീസ്, അതൊക്കെ വളരെ സ്പീഡിൽ കൊണ്ടുവരാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും അത്യാവശ്യം വരുന്ന ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ ഇന്ത്യൻ റെയിൽവേക്ക് ഉറപ്പായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മൂന്നാമത്തേത് ഹ്യൂമൻ റിസോഴ്സ്. 13 lakh employees. ഈ 13 lakh employees came after tough examinations. അത്രയും നല്ല എക്സാമിനേഷൻസ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ക്രീം പീപ്പിൾ ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ഹ്യൂമൻ റിസോഴ്സ്. ആ ഹ്യൂമൻ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ the turnaround of Indian Railway will be immense. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ്, എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹ്യൂമൻ റിസോഴ്സിന്റെ യൂട്ടിലൈസേഷൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ TTs എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മാത്രം എടുത്താൽ, they are doing preventive checks in trains, they are doing checking of tickets in the train, ടിക്കറ്റ് ചെക്ക് ചെയ്യുക, പ്രിവെന്റീവ് ചെക്കിംഗ് ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ TTs ട്രെയിനിൽ ചെയ്യുന്നത്. തിങ്ക് അബൌട്ട് ലൈക്ക് ഡൽഹി മെട്രോ. ട്രെയിനിൽ സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് കാണിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ടിക്കറ്റ് എടുക്കാതെ ഒരാളും ട്രെയിനിൽ കയറത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, I am having a workforce of more than 500 people ready to utilize at anywhere. അതായത് എനിക്കുള്ളത് പ്രിവെന്റീവ്, നോൺ പെർഫോമിംഗ് ഏരിയ തന്നെയാണ്, അത് പ്രിവെന്റീവ് ആണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അത് പ്രൊഡക്റ്റീവ് ഏരിയയിലോട്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും, ടോട്ടലി എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. പ്രൊഡക്റ്റീവ് ഏരിയ മീൻസ് മാർക്കറ്റിംഗ് ഓഫ് മൈ റിസോഴ്സസ്, ബ്രിങ്ങിങ് മോർ പാസഞ്ചേഴ്സ് ആൻഡ് മോർ ഗുഡ്സ് ടു ദ റെയിൽവേസ്. I can utilize them in n number of ways which can generate revenue for railways. Artificial intelligence, if it is coming into the picture, the things will change further. Data management, if it is coming into the picture, adum കൂടുതൽ utilization of human resources ഉണ്ടാകും. മൂന്നാമത്തേത്, റെയിൽവേക്ക് ഇപ്പോഴുള്ള ഫാക്ടറീസ്, ഷെഡ്സ്, ഇതെല്ലാം ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ടു ദ ലെവൽ ഓഫ് എക്സ്പോർട്ട് ഓഫ് റെയിൽവേ എക്യുപ്മെന്റ്സ്, കോച്ചസ്, വീൽസ്, ഈവൻ ലോക്കോസ്, ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ലെവലിൽ വരെ ഇന്ത്യൻ റെയിൽവേക്ക് മാറാൻ പറ്റും. ചോദിക്കും, എന്തുകൊണ്ട് ഇത്രയും നാള് ഇന്ത്യൻ റെയിൽവേ ഇതൊന്നും ചെയ്തില്ല എന്നുള്ളത്. ജസ്റ്റ് ലൈക്ക് എനിത്തിങ്, റെയിൽവേയും ഒരു പഴയ കൊളോണിയൽ സിസ്റ്റത്തിൽ തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഇന്ന് ഈ കൊറോണ കാരണം ആദ്യമായിട്ട് ആ ഒരു ത്രെറ്റ് ഓഫ് എക്സിസ്റ്റൻസ് മുമ്പിൽ വന്നപ്പോൾ, ഫ്രം ചെയർമാൻ റെയിൽവേ ബോർഡ് ടു ദ പിയൂൺ ഇൻ മൈ ഓഫീസ്, ദേ ആർ threatened about their existence. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആർക്കും മാറാതെ ഇരിക്കാൻ പറ്റുകയില്ല. നൗ എന്റെ പെർസ്പെക്റ്റീവിൽ, എന്റെ ഡിവിഷന്റെ പെർസ്പെക്റ്റീവിൽ ഇനിയും ഇന്ത്യൻ റെയിൽവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ചെയർമാൻ റെയിൽവേ ബോർഡ് തന്നിട്ടുള്ള അധികാരങ്ങൾ വെച്ച് ഇപ്പോ ട്രിവാൻഡ്രം ഡിവിഷനിലും പാലക്കാട് ഡിവിഷനിലും, അതായത് കേരളത്തിൽ എന്തായിരിക്കും ഇനിയും റെയിൽവേ മുമ്പോട്ട് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്പർ 1, പാസഞ്ചർ ട്രാഫിക് അടുത്ത ഒരു 3-4 മാസത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്ന്, ലോക്ക്ഡൌൺ റെസ്ട്രിക്ഷൻസ്, രണ്ടാമത്തേത് കോവിഡിന്റെ അഫിയർ, മൂന്നാമത്തേത് പീപ്പിൾ ലോസ് സോ മെനി ഓഫ് ദവർ പാസഞ്ചേഴ്സ് ലോസ് ദർ ജോബ്സ്. ജോലി ഇല്ല, അത് കാരണം തന്നെ ട്രാവൽ ചെയ്യാനുള്ള സാഹചര്യമില്ല. മൂന്നാമത്തേത് ട്രെയിൻ ഉപയോഗിക്കാനുള്ള പേടി. ഇതെല്ലാം കാലം കഴിയുമ്പോഴും മാറും. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കിൽ കേരളത്തിൽ റെയിൽവേയുടെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. തലങ്ങും വിലങ്ങും ട്രെയിൻ ഓടിയിരുന്ന നാടാണ് കേരളം. അതിനകത്ത് വളരെ കുറച്ച് ഒക്കുപ്പൻസിയിൽ പാസഞ്ചർ ട്രെയിനുകൾ വരെ ഓടിയിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ അതായിരിക്കത്തില്ല ഉണ്ടാകുന്നത്.
ഒരു ട്രെയിൻ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ട ഒരു അവസ്ഥ ഓരോ ഡിവിഷനും ഉണ്ടാവും. ഒരു ട്രെയിൻ ഓടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടി, എത്ര നഷ്ടമുണ്ടായി, ഇത് ഓടിക്കുന്നത് ശരിയാണോ, ഇവിടെ സ്റ്റോപ്പുകൾ വേണോ എന്നുള്ളത് കൃത്യമായിട്ട് ഡിവിഷൻസ് പറഞ്ഞെങ്കിൽ മാത്രമേ ആ ട്രെയിൻ ഓടിക്കാൻ പറ്റൂ എന്നുള്ള നിലയിൽ വരും. അതായത് പണ്ട് ഫോർ ദ സൊസൈറ്റി ഓടിച്ചുകൊണ്ടിരുന്ന ട്രെയിനുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. രണ്ടാമത്തെ കാര്യം പങ്ക്ച്വാലിറ്റിയാണ്. നമ്പർ ഓഫ് ട്രെയിൻസ് കൂടുതലായിരുന്ന സമയത്ത് ട്രെയിനുകളുടെ പങ്ക്ച്വാലിറ്റി പെർഫോമൻസ് കുറവായിരുന്നു. കാരണം ആ സിസ്റ്റത്തിന് അത് താങ്ങാൻ പറ്റാത്തൊരു നിലയായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇനിയും റെയിൽവേ തിരിച്ച് പാസഞ്ചർ സർവീസ് കൊണ്ടുവരുമ്പോൾ പങ്ക്ച്വാലിറ്റിയിൽ വളരെ 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 ഇംപ്രൂവ്മെന്റ് കാണിച്ച് മതിയാവും. കാരണം റെയിൽവേക്ക് ഇനിയും ആൾക്കാരെ അട്രാക്ട് ചെയ്യേണ്ട, പാസഞ്ചേഴ്സിനെ അട്രാക്ട് ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. യു കം, ഞാൻ 9 മണിക്ക് ഞാൻ നിങ്ങളെ എറണാകുളത്ത് എത്തിക്കാം എന്ന് വാഗ്ദാനം കൊടുത്തെങ്കിൽ മാത്രമേ ഇനി ആൾക്കാരെ കിട്ടത്തുള്ളൂ എന്നൊരു സ്ഥിതി വരും. അല്ലെ 9:30 നിങ്ങളെ ഞാൻ ഓഫീസ് ടൈമിന് മുമ്പ് അവിടെ എത്തിക്കാം. ഈ പങ്ക്ച്വാലിറ്റി കൃത്യമാക്കുന്നത് കൊണ്ട് വേറെ ഒരു ഗുണം കൂടെ ഉണ്ട്. ഇത് ജപ്പാൻ ട്രെയിനിങ്ങിനിടയ്ക്ക് പഠിച്ചതാണ്. ഇഫ് വി ആർ കീപ്പിംഗ് ദ പങ്ക്ച്വാലിറ്റി, ജനങ്ങൾ അത് മനസ്സിലാക്കുക. ഇന്ന ട്രെയിൻ 11 മണിക്കേ എറണാകുളത്ത് എത്തത്തുള്ളൂ, 11 മണിക്ക് തന്നെ എത്തുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ദ പാസഞ്ചേഴ്സ് വിൽ അഡ്ജസ്റ്റ് ദെയർ ജോബ്സ് അക്കോർഡിംഗ്ലി. മീൻസ് ഒരു കടയിൽ നിൽക്കുന്ന ഒരു ഗേൾ, ഒരു സ്റ്റെനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അവർ പറയുകയാണെങ്കിൽ എനിക്ക് 11 മണിക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ, 11 മണിക്കാണ് ഈ ട്രെയിൻ വരുന്നത്, എനിക്കിതാണ് സൗകര്യം, പകരം ഞാൻ വൈകുന്നേരം 7 മണിക്കേ പോകത്തുള്ളൂ, 7 മണിക്ക് ഇന്ന ട്രെയിൻ കൃത്യമായിട്ട് എറണാകുളത്തു നിന്ന് പോകും, അത് കൃത്യമായിട്ട് എൻ്റെ തൃശ്ശൂർ ഇന്ന സമയത്തിലും എനിക്ക് കൃത്യമായിട്ട് എനിക്ക് വീട്ടിൽ ചെന്ന് എത്താം, അതുകൊണ്ട് എനിക്ക് 11 മുതൽ 7 വരെയുള്ള ടൈം റെഡിയാക്കി തരിക. കൃത്യമായിട്ട് 11 മണിക്ക് വരും എന്ന് ആ കടയുടെ ഉടമസ്ഥനും ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഷീ വിൽ ഗെറ്റ് ദാറ്റ് ജോബ്. കാരണം ആ 11 വരെ നോക്കാനായിട്ട് വേറൊരാൾ ഉണ്ടായാൽ മതി. സോ പങ്ക്ച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതും നോക്കിയേ ഇന്ത്യൻ റെയിൽവേക്ക് മുമ്പോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. നമ്പർ 3, സീസൺ ടിക്കറ്റുകൾ, അതുപോലെ തന്നെ UTS ടിക്കറ്റുകൾ. അതിനകത്ത് റെയിൽവേ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കിപ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനും ഒക്കത്തില്ല. എന്നിരുന്നാലും ഒരു ഓഫ് കമന്റ് ആയിട്ട് എനിക്ക് പറയാൻ ഒക്കുന്നത്, പഴയതുപോലെ ആ ഒരു ഫ്രീഡം പാസഞ്ചേഴ്സിന് ഉണ്ടാകുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എസ്പെഷ്യലി സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുക്കണം, അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്ലാറ്റ്ഫോമിലൂടെ കയറാൻ പറ്റത്തുള്ളൂ എന്നൊരു സ്ഥിതി വരികയാണെന്നുണ്ടെങ്കിൽ ആ UTS ടിക്കറ്റിന്റെ ഒക്കെ ആ ഒരു ഫ്രീഡം ഇനി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് എനിക്ക് പറയാനൊക്കത്തില്ല. ഇത് പാസഞ്ചർ സെഗ്മെന്റ്. പാഴ്സൽ ഗുഡ്സ്, ഒറിജിനേറ്റിംഗ് ഗുഡ്സ് ഫ്രം കേരള ഇന്ത്യൻ റെയിൽവേക്ക് വളരെ കുറവാണ്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഒരുപാട് ഗുഡ്സ് ഉണ്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ സ്പൈസസ്, റബ്ബർ, പ്ലൈവുഡ്സ് ഇൻ എറണാകുളം ഏരിയ, അതുപോലെ തന്നെ കയർ പ്രോഡക്ട്സ് ഇൻ ചേർത്തല, ഷൊർണൂറിന് വടക്ക് എത്രത്തോളം എന്ന് എനിക്കറിയത്തില്ല. ഈവൻ ദെൻ സോ മെനി പ്രോഡക്ട്സ് ആർ ഗെറ്റിംഗ് മെയ്ഡ് ഇൻ കേരള. അതൊക്കെ ഇനീഷ്യൽ ലോഡിംഗ് തന്നെ റെയിൽവേക്ക് വരുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ ചെയർമാൻ റെയിൽവേ ബോർഡ് ഈ ഒരു കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ മോർ ദാൻ 1000 എന്റർപ്രനേഴ്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. ഇൻ ഹിസ് ലെവൽ ഹി ഓൾറെഡി ടോക്ക്. ഞാനും ഓൾറെഡി പല ആൾക്കാരോട് സംസാരിക്കുന്നു. ഇപ്പോൾ റെയിൽവേ കസ്റ്റമേഴ്സിന്റെ അടുത്തോട്ട് പോവുകയാണ്. നേരത്തെ തിരിച്ചായിരുന്നു, റെയിൽവേയുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരികയായിരുന്നു. ഇപ്പോൾ ടൈം മാറി. വി ആർ ഹാവിംഗ് engines, we are having wagons, we are having coaches, we are having vehicle parcel units. ഇതൊക്കെ ഓടിക്കാനുള്ള ട്രാക്കും ഉണ്ട്. സോ നൗ വി ആർ ഫ്രീ ടു അപ്രോച്ച് പീപ്പിൾ ഹു ആർ ഹാവിംഗ് ഗുഡ്സ് ടു ട്രാൻസ്പോർട്ട്. ഒരു ഉറപ്പ് എനിക്കിപ്പോൾ തരാൻ പറ്റുന്നത്, വി വിൽ റീവാമ്പ് അവർ എൻറ്റയർ സിസ്റ്റം ഇൻ സച്ച് എ വേ. ഞങ്ങൾ എപ്പോൾ ഗുഡ്സ് വാങ്ങിക്കുന്നു, ഒരു പാഴ്സൽ റെയിൽവേ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്
എവിടോട്ടാണോ അയക്കുന്നത് അവിടെ ചെന്ന് ചേരുന്നത് വരെയുള്ളത് കംപ്ലീറ്റ് പാഴ്സൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരാൾക്ക് വീട്ടിലിരുന്ന് തന്നെ ട്രാക്ക് ചെയ്യാം. ആ ഒരു നിലയിലോട്ട് ഇന്ത്യൻ റെയിൽവേ വരാൻ പോവുകയാണ്. വിത്തിൻ 6 to 8 months അത് ഇന്ത്യൻ മൊത്തം വ്യാപിപ്പിക്കാനാണ് റെയിൽവേ ബോർഡ് തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പാഴ്സലിന്റെ സേഫ്റ്റി ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും ഒരു തീരുമാനം റെയിൽവേക്ക് പറയാനുണ്ട്. രണ്ടാമതൊരു കാര്യം, എൻ്റെ സ്റ്റാഫ്, ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എത്രത്തോളം സ്റ്റാഫ് ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് എന്നുള്ളത്. അവർ തന്നെ മാർക്കറ്റിങ്ങിന് മുന്നിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അവരെ ഇറക്കാനുള്ള ഓൾറെഡി തീരുമാനങ്ങളായി കഴിഞ്ഞു. ഇറങ്ങുമ്പോൾ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകും റെയിൽവേയുടെ ഫെസിലിറ്റീസിനെ കുറിച്ച്. ഫാസ്റ്റ് ആണ്, എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ സേഫ് ആയിട്ട് സാധനങ്ങൾ എത്തും. എൻഡ് ടു എൻഡ് ഡോർ ടു ഡോർ ഡെലിവറിയും കൂടെ പോസിബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ട്രാൻസ്പോർട്ട് ലൈക്ക് റെയിൽവേസ് ഇൻ ഇന്ത്യ. റിയലി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അക്കോർഡിംഗ് ടു ദ ട്രക്ക് റിയലി കോസ്റ്റ് എഫക്റ്റീവ്. ഹാഫ് വേ വരുന്നുള്ളൂ ഇവിടുന്ന് ഡൽഹി വരെ. ബട്ട് ദ പ്രോബ്ലം ഈസ് ഡോർ ടു ഡോർ കണക്ടിവിറ്റി. അതുകൂടെ റെയിൽവേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതുകൂടെ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then there is no competition to railways in parcel transport. Goods transport already railway ആണ് കോസ്റ്റ് എഫക്റ്റീവ്. ബൾക്കായിട്ടുള്ള എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് റെയിൽവേ വഴിയാണ്. അതും ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. ഫോർ എക്സാമ്പിൾ റോറോ സർവീസ്, അത് പാഴ്സലിന്റെ വേറൊരു ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും റോറോ സർവീസ്. രണ്ടാമത് വെരി മിനിമം ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ടൈറ്റാനിയം പ്രോഡക്ട്സ് ഫ്രം ട്രിവാൻഡ്രം ഒരു മാസം 1200 ടണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ. അതൊരു ചെറിയ ഒരു റേക്കായിട്ട് കൊണ്ടുപോകാൻ ഒക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാൻ, ദാറ്റ് വിൽ ബി എ ന്യൂ ട്രാഫിക്. സോ ന്യൂ ട്രാഫിക് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതും ഇന്ത്യൻ റെയിൽവേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. സോ ഞാനൊരു കൺക്ലൂഡ് ചെയ്യുകയാണ്. If there is any government enterprise which can survive this corona catastrophe, that will be Indian Railways. അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് റെയിൽവേ എംപ്ലോയീസിനല്ല ഇന്ത്യൻ റെയിൽവേ സർവൈവ് ചെയ്യേണ്ടത്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നത്തിങ് എൽസ് ക്യാൻ മേക്ക് ദെയർ ലൈഫ് ബെറ്റർ. താങ്ക് യു. വളരെ നന്ദി ഡോക്ടർ രാജേഷ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റാവുന്നതിന്റെ പരമാവധി നമ്മളുമായിട്ട് പങ്കുവച്ചു എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ അല്പം കൂടുതൽ പോലും അദ്ദേഹം സൂചിപ്പിക്കേണ്ട എന്ന് ഈ അവസരത്തിൽ കരുതുകയാണ്. ഏതായാലും എനിക്ക് ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ റെയിൽവേയുടെ മാറുന്ന മുഖം ആണ്, അതിലൊരാളാണ് ഡോക്ടർ രാജേഷ് എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കാനുണ്ടായ കാരണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ഞാൻ യാത്രക്കാരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഞങ്ങൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് റെയിൽവേയുടെ തിരിച്ചുവരവ്. ഇന്ത്യയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെയിൽവേ തിരിച്ചു വരിക എന്നുള്ളത് റെയിൽവേ, അദ്ദേഹം സൂചിപ്പിച്ച പോലെ റെയിൽവേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ആവശ്യമാണത്. അപ്പോൾ തീർച്ചയായിട്ടും റെയിൽവേ അതിശക്തമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ച ഇത്തരം മാർഗങ്ങളിലൂടെയൊക്കെയും അതിനപ്പുറമുള്ള ചില രീതികളിലൂടെയും റെയിൽവേ വളരെ സജീവമായി രംഗത്ത് തിരിച്ചു വരും എന്ന് ആശിക്കുകയാണ്. ഇനി ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്, സംവാദത്തിലുള്ള അവസരമാണ്. ഒന്നുകിൽ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദ്യങ്ങളുമായിട്ട് വരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.